അഭിലാഷ് കുമാർ FM, തന്റെ മുഖത്തൊരു ടെൻഷൻ ഉണ്ടല്ലോ. എക്സാം ഹാളിലും ടെൻഷൻ വരികയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് ഒരു ഡീപ് ബ്രീത്ത് എടുക്കുക. ഇതാ ഇങ്ങനെ ഇൻഹീൽ. എന്തോറ്റി ഓളിയായിട്ട് പിള്ളേര് കളർ വെള്ളം കലക്കി ഒഴിച്ചാ? ഒരു രസമില്ല. അത് ഈ പരീക്ഷ കഴിഞ്ഞ് തോക്കുമ്പോ റെഡിയായിക്കോളും. അതല്ലടാ, ഞാനും മേരി തമ്മില് എനിക്കെന്തോ എന്തെന്തോ അറിയില്ലടാ. ഇപ്പൊ തുടങ്ങും. പിന്നെ ചേട്ടാ, നാളെ കഴിഞ്ഞാൽ നാഷണൽസിന് പോകും. ഇനി കുറച്ച് ദിവസം ഉണ്ടാവില്ല. ഞാൻ വരുമ്പോഴേക്കും ക്ലാരയോടും പപ്പയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് പെട്ടെന്ന് സെറ്റ് ആക്കാൻ നോക്ക്. മറക്കണ്ട, ഇനി അധികം സമയമില്ല കേട്ടോ. അപ്പൊ ശരി, എക്സാം നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. പരീക്ഷ പഠിക്കണേ. അവളുടെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ എനിക്ക് അവളുടെ ചേച്ചിയോട് പ്രേമാണെന്ന് തോന്നുന്നു. എല്ലാവരും സമ്മതിക്കണേ എനിക്ക് അവിടെ വീട്ടിൽ പോയിട്ട് കല്യാണം ആലോചിച്ച പോരെ. നീ ഇതൊക്കെ എന്നോടല്ലേ ചോദിക്കണ്ടേ? പോയി അവളോട് ചോദിക്കും. ഞാൻ ചോദിക്കും. അതിനെന്താ ചൂടാവണത്? അല്ല, അയ്യോ അവര് എക്സാം വന്നങ്ങട് അതേ പോലെ നമ്മളുണ്ട്. അവന്യ എന്റെ തുണ്ടെനിക്ക് തരൂലേ? ഒരാളും കോപ്പി അടിക്കാന്ന് വിചാരിക്കരുതേ, എനിക്ക് പുറകിലും കണ്ണുണ്ട്. മാസങ്ങളായി സ്ഥിരമായി എന്റെ മേശയിൽ ആരോ ലെറ്റർ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ഇന്ന് അതിനൊരു അവസാനം ഉണ്ടാവണം. ആരാണെങ്കിലും കർത്താവിന്റെ നാമത്തിൽ ഇന്ന് തന്നെ വന്ന് മാപ്പപേക്ഷിക്കണം. അതല്ലെങ്കിൽ എത്ര സമയം എടുത്താലും ഞാൻ തന്നെ കൈയക്ഷരം വെച്ച് കണ്ടുപിടിച്ചിരിക്കും. ഏതെന്നാ അറിയണവോ മിസ്സിനൊക്കെ ലവ് ലെറ്റർ വെക്കണത്? വല്ല സാറുമാരൊക്കെ ആയിരിക്കും. പ്രൊഫസർ HD തരകനായിരിക്കും. ഇവിടാ എക്സാം എങ്ങനെയുണ്ടാ? നീ ജയിക്കോ? നീ ജയിച്ചാ ഞാനും ജയിക്കും. അപ്പ തോറ്റ്. അല്ല, നമ്മളിപ്പോ എങ്ങോട്ടാണ് പോണത്? നീ നേരത്തെ ഒരു അനൗൺസ്മെന്റ് കേട്ടായിരുന്നു. ഏതൊരു നാറി നമ്മുടെ മേശി മിസ്സിനെ ലവ് ലെറ്റർ വെച്ചല്ലേ? അങ്ങനെ ഏതൊരു നാരല്ല, അത് ഞാനാണ്. നീ എന്താണ് പറയണത് ഫിഫു? ഇതൊക്കെ വലിയ പ്രശ്നമാവൂട്ടാ. എന്തുട്ട് പ്രശ്നം? എനിക്ക് മിസ്സിന് ഇഷ്ടമായോണ്ടല്ലേ. ഇഷ്ടം തേങ്ങയാണ്. ആരെങ്കിലും പഠിപ്പിക്കണം മിസ്സിനെ ലവ് ലെറ്റർ വെക്കും, അതും മേഴ്സി മിസ്സിന്. നാറി ഇടിച്ചുകൊണ്ടല്ലോ. നാറികളെ നാറികളാ. അപ്പൊ നീയൊക്കെയാണല്ലേ മിസ് മേഴ്സി ലവ് ലെറ്റർ വെച്ചത്? അത് സാറേ, ഇവനൊരു അബദ്ധം പറ്റി പോയതാണ് സാറേ. അത് സാറേ, എനിക്ക് മേഴ്സി മിസ്സിനെ ഒരുപാട് നാളായിട്ട് മിസ്സിനെ ചുമ്മാ പറ്റിക്കാൻ വേണ്ടി തമാശക്ക് അവൻ ചെയ്തു പോയതാണ് സാറേ. അവന് ടീച്ചർ ഒന്നും കൊടുത്ത് പറഞ്ഞു വിടരുത് സാറേ, പ്ലീസ് സാറേ, പ്ലീസ്. തമാശ കളിച്ച് മിസ് മേഴ്സി കരയിപ്പിച്ചപ്പോ സമാധാനമായില്ലേ സാറേ? അവന്റെ ഭാവി നശിപ്പിക്കരുത് പ്ലീസ് സാറേ. എങ്ങനെ ഞാൻ ഒന്ന് സംസാരിച്ചു നോക്കട്ടെ. എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. റിജു ഫെർണാണ്ടസ് തേങ്ങയാണ്, തേങ്ങ. നിന്നാണ്ടല്ലേ ഇടിച്ച് മിസ്സിന്റെ അടുത്ത് സോറി പറയാ. നടക്കങ്ങോട്ട്. നീക്ക് ഇത് എങ്ങോട്ട് റൈഡിച്ച് കയറി പോകുന്നത്? മേഴ്സി നൈനാൻ ദേഷ്യത്തിലായിരിക്കും. ഞാൻ അവിടെ ചെന്ന് മേഴ്സി നൈനാനോട് കാര്യങ്ങൾ സംസാരിച്ച് സോൾവ് ആക്കിയിട്ട് വിളിക്കും. അപ്പൊ കയറി വന്നോണം, മാപ്പ് പറഞ്ഞോണം. ഇവൻ പറയും. പറഞ്ഞാ നിനക്ക് മതി. പറയാം. മിസ് മേഴ്സി നൈനാൻ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് അത് സാറായിരിക്കണമെന്ന്. എനിക്ക് സാറിന് ഒരുപാട് ഇഷ്ടമാണ്. ഇനിയിപ്പോ അത് സാർ അല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് സാറിന് ഒരുപാട് ഇഷ്ടമാണ്. അല്ല
മിസ് മേഴ്സിനെ ഞാൻ ഒന്നും പറയണ്ട, എനിക്കറിയാം എന്നെ ഇഷ്ടമാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്നവരെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടതെന്നൊരു മഹാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ ഉണ്ടോ ഇല്ലേ. നിനക്ക് എന്താ കണ്ണില്ല? സോറി, ഞാൻ കണ്ടില്ല. മോളെ കാര്യം ചെയ്യും, ഇത് തുടച്ചെന്നിട്ട് പോയാ മതി. ഞാൻ അറിയാതെ പറയാതെന്നൊന്നുമില്ല, ഇത് തുടച്ചെന്നിട്ട് പോയാ മതി. എനിക്കൊരു പ്രോജക്റ്റ് വർക്ക് ഉണ്ട്, ഒന്ന് മാറി ഞാൻ പോട്ടെ. പ്രൊജക്റ്റോ അസൈൻമെന്റോ എന്താന്ന് വെച്ച് ചെയ്തോ, പക്ഷെ ഇത് തുടച്ചെന്നിട്ട് പോയാ മതി. നീ വാലേകാസുര, നീ കളത്തിലിറങ്ങിയാലേ ഹൃദയത്തിനൊരു ത്രില്ലുള്ളൂ. നിനക്ക് ഹൃദയ കൊറേ നാളായി നീ തുടങ്ങിട്ട് നിന്റെ വീട്ടിൽ എന്റെ കിങ്ങണിയല്ലോ ആർക്കും കിങ്ങണി നെഞ്ചത്ത് കളർ മതിക്കും. കിങ്ങണി ഇങ്ങനെ മാറി കിങ്ങണി മാറാനാണ് പറഞ്ഞത്. ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞേ മാറ്. കിങ്ങിണി അല്ല രഞ്ജ, ആ കുട്ടി പണി പോലെ ഒരു തരി കളർ എഴുതാൻ ഞാൻ സമ്മതിച്ചില്ല, കണ്ടില്ലേ? എന്താ ചിരിക്കണേ? ഒന്നുമില്ല. ഒന്നുമില്ല. എന്തോണ്ടല്ലോ ഇയാളുടെ മുഖത്ത് ചിരിയൊക്കെ വരുമല്ലേ? ലൈലാസുറിന് ഓടി വരാണ്ടപ്പോ ഞാൻ കരുതി എന്തോ വലിയ പ്രശ്നം ഉണ്ടാക്കാനുള്ള വരവാണെന്നാ. ആള് ഇത്ര ഉള്ളല്ലേ? അത് ഞാനും ഫിഫും കൂടി തമാശക്ക്. അല്ല, നിങ്ങൾ എന്തെങ്കിലും സീരിയസ് ആയിട്ട് സംസാരിച്ചിരിക്കായിരുന്നോ? കുറച്ച് സീരിയസ് ടോക്ക് ആയിരുന്നു. ലൈലാസുരൻ വന്നത് നന്നായി. ക്ലാര ഇന്ന് ലൈബ്രറി പോയില്ലേ? അത് അവിടുത്തെ ബുക്സ് മൊത്തം വായിച്ചു തീർത്താ. എന്തിനാ വീണ്ടും വരാനാണോ? പിന്നെ ബുക്കുമായിട്ട് അങ്ങോട്ട്? അയ്യോ, അത് ഞാൻ അറിയാണ്ട് തമാശക്ക്. ഒന്നും മറന്നിട്ടില്ലല്ലേ? ലൈലാസുറിനെ കുളിയൊക്കെ കഴിഞ്ഞ എപ്പോഴാ വീട്ടിൽ പോകുന്നത്? അതിന് ആഘോഷം തുടങ്ങിയിട്ടില്ല. സമയം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കാല്ലേ. കുഴപ്പമില്ല, നടക്കട്ടെ. അറിയാണ്ട് പറ്റിപ്പോയതാ. ശരി, എന്നാ കാണാം. എന്തൊരു അവസ്ഥയാണ് ഫിഫു. ഡാ, നീ എന്തിനൊന്ന് വൈകുന്നേരം എന്റെ അടുത്ത് മിണ്ടാതെ പോയത്? ഫിഫുടാ, ഡാ, ഞാനിന്ന് ക്ലാരയായിട്ട് സംസാരിച്ചടാ. എടാ, അവളൊരു പാവാടാ. എടാ, നീ എന്തെങ്കിലും ഒന്ന് പറ. എനിക്ക് മിസ്സിനെ മറക്കാൻ പറ്റണില്ലടാ. വിഷമം വരണ്. എന്നിട്ട് ബാക്കി പറ. ആദ്യമായിട്ട് മിസ് നമ്മുടെ ക്ലാസ്സിൽ വന്ന് പ്രാർത്ഥന ചൊല്ലിയപ്പോഴും, ഞങ്ങളൊരു തവണ അന്താക്ഷരി കളിക്കുന്ന സമയത്ത് മിസ് വന്നപ്പോ ഞങ്ങൾ കളിയാക്കി പള്ളിപ്പാട്ട് പാടിയപ്പോഴും, ഞാൻ വെച്ച ഓരോ കത്തുകളും മിസ് എടുത്ത് ആകാംക്ഷയോടെ വായിച്ചപ്പോഴും ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാ, ദൈവം എന്തോ എനിക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ച മാലാഖയാണ് മേഴ്സി മിസ് എന്ന്. എല്ലാം വെറുതെ ആയി പോയില്ലേ? എടാ മഹാകവി, നീ ഇങ്ങനെയാണ് മിസ്സിന് എഴുതി കൊടുത്തത്? എടാ, നിന്റെ ഇഷ്ടം മിസ്സിനെ അറിയാത്തോണ്ട് മിസ്സിന് ഇഷ്ടമുള്ള സാറിനോട് മിസ് പോയി. മിസ്സായി പോയി ഫിഫു. അത് വിട്ടുകളാ. എന്നാലും എന്റെ ഇഷ്ടം മിസ്സിനോടൊന്നും തുറന്നു പറയാൻ പറ്റിയില്ല. തുറന്നു പറയാൻ നന്നായി. മിസ് അങ്ങനെ ഇത് അറിഞ്ഞായിരുന്നില്ല, നിന്റെ മോറുത്തി അടിച്ചേനെ. അതെ, അച്ഛനാണ് ഈ കാര്യങ്ങൾ പറയട്ടെ. വേണ്ട പറയലടാ, അച്ഛനെ ചീത്ത പറയും. അപ്പൊ നീ മര്യാദയ്ക്ക് സംഭവം വിട്ടോ, അല്ലെങ്കിൽ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയും. ഞാൻ പറഞ്ഞത് അനുസരിച്ചോ നീ.
അയ്യോ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ലൈലു നീ എന്താ ഇവിടെ? നിനക്ക് വീട്ടിൽ പോറായില്ല? അല്ലാതെ എക്സാം ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും കമ്പൻ സ്റ്റഡി ആയിട്ട് ഇങ്ങനെ ചുമ തമാശക്ക് വർത്താനം പറഞ്ഞ് എക്സാം ആണെന്ന് അറിയാം, നന്നായിട്ട് പഠിക്കുന്നില്ലെന്നും അറിയാം, നന്നായിട്ട് നോക്കൂലേ? ആ നീയും ഭക്ഷണം കഴിച്ചോ രണ്ടുപേരും? മെസ്സടക്കാറായി, എന്നാ പെട്ടെന്ന് പോയി കഴിക്കുക രണ്ടാളും. അല്ല ഞാൻ വീട്ടിൽ പോയി. എന്നാ നീ വീട്ടിൽ പോയി കഴിക്കേ, നീ മെസ്സിൽ പോയി കഴിക്കേ. ഞാൻ നേരത്തെ കഴിച്ചു. അന്ന് നമ്മൾ യേശുവിനെ കണ്ട. എന്ത് സാധനത്? എന്റെ ഫിഫു, നീ ഞാൻ പറയണത് മനസ്സിലാക്ക്. ടീച്ചറിനെ കുറുക്കൻ അല്ല സാറുണ്ടായി. അതുകൊണ്ട് നാളെ വീട്ടിൽ വന്ന് ഒരു ദോശയും ചമ്മന്തിയും കഴിച്ചാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. മെഹുന കൊള്ളപ്പെടോ, ഒന്ന് ചിരിക്കി പോട്ടേടാ. ലൈലു, ഒരു പ്രധാന കാര്യം, നീ ഭക്ഷണം കഴിച്ചിട്ട് യൂട്യൂബിൽ എന്റെ പ്രഭാഷണം കേൾക്കുക, എന്നിട്ട് നിന്റെ ആത്മീയത ഉണർത്തുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. ലൈലു വരൂ, നിന്റെ അച്ഛൻ മാസല്ലടാ. എങ്ങനെയുണ്ട്? മുറിയിലിരുന്ന് കേൾക്കാം. ഇല്ല എനിക്ക് വീട്ടിൽ പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. യൂട്യൂബില് എന്റെ വേറെയും കുറച്ച് പ്രസംഗങ്ങളുണ്ട്. പിന്നെ അച്ഛന്റെ ബെല്ലൈക്കൺ അമർത്തണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, എല്ലാവരെ കൊണ്ടും ഷെയർ ചെയ്യിപ്പിക്കണം. ഇടയ്ക്കൊക്കെ കമന്റ് വായിക്കണത് നല്ലതാ. കുറച്ചാളായിട്ട് ആ ചേറി തന്നെയാ. ഇടയ്ക്കൊക്കെ താഴേക്ക് ഇറങ്ങ്. അപ്പൊ ഹാപ്പി നൈറ്റ്സ്. നീ അച്ഛന്റെ ലിങ്ക് ഷെയർ ചെയ്തായിരുന്നു. നെഞ്ചുവേദനയുടെ പ്രസംഗിക്കും.